അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷെഫി ഉസ്താദിന് ചെറിയൊരു വിഷമം നേരിട്ടപ്പോൾ അതെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ മനസ്സെല്ലാം ഒത്തിരി വിഷമിച്ചു എന്നെനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. കമൻറ്റിലൂടെയൊക്കെ കാണുമ്പോൾ അതിൻ്റെ പ്രയാസം എത്രമാത്രം ഉണ്ടെന്ന് പലരും എഴുതി വിട്ടിട്ടുണ്ട്. എന്തൊക്കെ തന്നെയല്ല നമ്മുടെ പ്രിയപ്പെട്ട ഷെഫി ഉസ്താദ് ദുനിയാവിൽ ഒരുപാട് അനുഭവിച്ചതാണ്. ഇനിയെങ്കിലും നമ്മുടെ ഷെഫി ഉസ്താദിന് നല്ലൊരു ജീവിതം ലഭിക്കണം എന്ന് മാത്രമാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് സ്റ്റോറിയിലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരോട് ആദ്യം തന്നെ ഞാൻ പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ സമ്മാനമായി എനിക്ക് നിങ്ങൾ ഒരു ലൈക്ക് കിട്ടിയാൽ വളരെയധികം സന്തോഷമായി. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. ബത്തൂലാകെ ടെൻഷൻ ആവുകയാണ്. എന്താണ് എൻ്റെ ഉമ്മ എന്നോട് വന്ന് പറഞ്ഞത്? സത്യമായിട്ടും എന്താ പറഞ്ഞത്? റബ്ബേ, യാ ഉമ്മി, ഉമ്മി. അവൾ ഉമ്മയെ വിളിക്കുന്നു. അതാ മകൾ വിളിക്കുന്നു. പോയി നോക്ക്, എൻ്റെ മകളുടെ എല്ലാം നഷ്ടപ്പെട്ടില്ലേ? എന്നാലും അവൻ, അർബ, നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം. ഒന്നും അറിയാതെ പറയരുത്. നിങ്ങൾ എനിക്ക് പറയുവാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ മകൾക്ക് പറയുവാൻ ഒരു അവസരം കൊടുക്കണം. നിങ്ങൾ ഇത്രമാത്രം ദേഷ്യപ്പെടരുത്. എന്ത് ഇനി എന്താ എൻ്റെ മോളെ, ഇത്രയും വർഷം ഞാൻ കാത്തു സൂക്ഷിച്ചത് അവനെല്ലാം തട്ടിയെടുത്തില്ലേ? അവൻ അതെ ശരിയാണ്, വിശ്വസ്തനായ ഉസ്താദാണ്, എല്ലാമാണ്. പക്ഷേ അവരുടെ ഇടയിൽ ഇബ്ലീസ് വന്നില്ലേ? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര വലിയ മഹാനാണെങ്കിലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുക തന്നെ വേണം. അർബ, നിങ്ങളൊന്ന് സൈലൻ്റ് ആവൂ പ്ലീസ്. നമ്മുടെ മകൾ വിളിക്കുന്നു. ഞാൻ പോയി നോക്കട്ടെ. എൻ്റെ മകൾ മാനനഷ്ടം കൊണ്ട് കരയുകയായിരിക്കും. നീ ചെല്ല്. അങ്ങനെ ഏതാ അറബിച്ച് അങ്ങോട്ട് ചെല്ലുന്നു. മോളെ, എൻ്റെ മോളെ, ഉമ്മ, ഉമ്മി, യാ ഉമ്മി, എൻ്റെ പൊന്നുമ്മ. എന്താണ് ഷെഫി ഉസ്താദിനെ നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിച്ചോ? മോളെ, നിന്നെ ഇത്ര അധികം ക്രൂരമായി, എന്ത് ക്രൂരമായി? നിന്നെ ഒരിക്കൽ പോലും ഒരു ഉമ്മയും ഉപ്പയും കേൾക്കാൻ കൊതിക്കാത്ത വാക്കുകൾ അത് ഞങ്ങൾക്ക് കേൾക്കേണ്ടി വന്നു. അത് മോളെ, ഞങ്ങൾ എങ്ങനെ മാപ്പ് കൊടുക്കാനാണ് അവനക്ക്? എന്തിന് എന്തിന്? യാ ഉമ്മി, എനിക്ക് നിങ്ങൾ പറയാൻ അവസരം തന്നില്ല. മോളെ പറയൂ, എന്താണ് ഉണ്ടായത്? നിന്നെ എങ്ങനെയാണ് അവൻ ഉപദ്രവിച്ചത്? നിന്നെ അവൻ എന്ത് ചെയ്തു? ഒരു ഉമ്മയുടെ വേദന എന്താണെന്ന് നിനക്കറിയില്ല. എൻ്റെ ഹൃദയം പൊട്ടിപ്പോവണം മോളെ. മോള് പറയണം എല്ലാം, ഒന്നും മറച്ചു വെക്കരുത്. ഉമ്മ, എന്താണ് നിങ്ങൾ പറയുന്നത്? അതെ മോളെ, നിന്നെ ഉപദ്രവിച്ചില്ലേ? നിൻ്റെ ഡ്രസ്സ് ആകെ പകുതി അഴിഞ്ഞ രീതിയിലാണല്ലോ കണ്ടത്. നീ അത് കൂട്ടിപ്പിടിച്ച് വരുന്നത്. നിന്നെ അത്രക്കും അവൻ എന്താ ചെയ്തത്? ഉമ്മ, ഷെഫി ഉസ്താദിനെ നിങ്ങൾ ശിക്ഷിച്ചോ? ഇല്ല മോളെ, സത്യം പറയണം, എനിക്കിപ്പോഴതറിയണം. ഇല്ല മോളെ, എന്ത് പറയേ? അത് മോളെ പിന്നെ ശിക്ഷിക്കാതിരിക്കുമോ? അത് ഏതൊരു പിതാവിൻ്റെയും വേദനയേറിയ നിമിഷങ്ങളല്ലേ? അത് ശിക്ഷിക്കാതിരിക്കാൻ പറ്റുമോ മോളെ? എന്തിനാണ് നിരപരാധിയായ അദ്ദേഹത്തെ ശിക്ഷിച്ചത്? എൻ്റെ ഭാഗത്താണോ മാ തെറ്റ്? മോളെ, നീ എന്ത് പറയുന്നത്? അതെ, അദ്ദേഹം എൻ്റെ ഡ്രസ്സ് പാതി അഴിഞ്ഞപ്പോൾ അറിയാതെ കണ്ണാടിയിലൂടെ നോക്കിയപ്പോൾ അത് കണ്ട് എന്നോട് പറയാൻ ആദ്യം മടിച്ച്, സഹർ ബത്തൂൽ, ഒരു കാര്യം പറയുവാനുണ്ട്, നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നത്രക്കും താഴ്മയോടുകൂടി പറഞ്ഞിട്ടാണത് പറഞ്ഞത്. ബത്തൂൽ, നിങ്ങളുടെ വസ്ത്രം അല്പം മാറിപ്പോയിട്ടുണ്ട്, അതൊന്ന് ശരിക്ക് വെച്ചേക്കൂ. ഇറങ്ങുന്ന സമയത്ത് ഒരു പക്ഷേ ആരെങ്കിലും കണ്ടുപോയാൽ. എന്നാൽ ഞാൻ ഇതുവരെയും കാത്തു സൂക്ഷിച്ച തൻ്റെ നഗ്ന ശരീരഭാഗം അദ്ദേഹം കണ്ടു എന്നറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വിങ്ങിപ്പൊട്ടി. അതും എൻ്റെ ഉസ്താദ്. റബ്ബേ, ഉസ്താദിൻ്റെ മുമ്പിൽ അത്രക്കും ഞാൻ മോശമായി പോയല്ലോ എന്നുള്ള രീതിയിലായി. എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിയതുമ്മ. അല്ലാതെ എന്നെ ഉസ്താദ് ഒന്നും ചെയ്തിട്ടില്ല. ഒരു നിമിഷം അറബിച്ച് ഞെട്ടിപ്പോയി. മോളെ, സത്യമാണോ? അല്ലാ റബ്ബേ, ശിക്ഷ ഇറങ്ങുമല്ലോ റഹ്മാനെ. ആലിമായ അദ്ദേഹത്തെ നിൻ്റെ പിതാവ്, അവളും അതാ പിതാവിൻ്റെ അരികിലേക്കെത്തി. ബാബ, ബാബ, എവിടെ ഷെഫി ഉസ്താദ്? എവിടെ എൻ്റെ ഉസ്താദ്? എവിടെ? എനിക്ക് എൻ്റെ ഉസ്താദിനെ കാണണം. മോളെ, ഇനി നീ അവൻ്റെ അരികിലേക്ക് പോവരുത്. എൻ്റെ പൊന്നു മോളെ, ഇനി അവൻ്റെ ക്ലാസ് കേൾക്കരുത്. ബാബ, എന്താ അദ്ദേഹം എന്ത് തെറ്റാ ചെയ്തത്?
ഉമ്മ പറഞ്ഞു കൊടുക്കി. അതേ, തെറ്റുകൾ അവളുടെ ഭാഗത്താണത്രേ. അവളുടെ ഡ്രസ്സ് അഴിഞ്ഞു വീണത് അവൻ ശരിയാക്കാൻ പറഞ്ഞതാണത്രേ. അതാണ്. സത്യമാണോ മോളെ നീ പറയുന്നത്? അവൻ രക്ഷിക്കാൻ വേണ്ടി പറയല്ല. അല്ല ബാബ, സത്യമായിട്ടും അദ്ദേഹത്തെ നിങ്ങൾ ഉപദ്രവിച്ചോ? ബാബ പൊറുക്കില്ല കേട്ടോ, പടച്ചറപ്പ് പൊറുക്കില്ല. അത്രക്കും സ്വാലിഹായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. ആരും പൊറുക്കില്ല. ബാബ മാപ്പ് പറയണം, എനിക്ക് മാപ്പ് പറയണം. മോളെ നീ എന്തേ പറയുന്നത്? സത്യമാണോ? എൻ്റെ മോളെ അവൻ നശിപ്പിച്ചിട്ടില്ലല്ലോ. ഇല്ല ബാബ, സത്യമായിട്ടും എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി മാപ്പ് പറയണം ബാബ. സത്യം പറഞ്ഞാൽ അറബിക്ക് ആകെ അങ്ങ് ടെൻഷനായി. റബ്ബേ അല്ലാ, ഛേ, ഞാൻ എന്തൊക്കെ കാട്ടിക്കൂട്ടി അവനെ ഉപദ്രവിച്ചു. അല്ലാ റഹ്മാനെ, പുറത്തു കൊണ്ട റഹ്മാനെ. ഒരു ആഫിളായ മുഅല്ലിമാണല്ലാ, ദീന് പഠിപ്പിക്കുന്ന ആളാണ് റഹ്മാനെ. ഞാൻ ഉപദ്രവിച്ചല്ലോ റഹ്മാനെ. എനിക്ക് എന്താ ഞാൻ ചെയ്യുക? സത്യം പറഞ്ഞാൽ ആ അറബിക്ക് തൻ്റെ തെറ്റുകൾ മനസ്സിലാകുന്നു. നേരെ അതാ തൻ്റെ പൊന്നു മോളെയും കൂട്ടി അവൻ്റെ അരികിലേക്ക്. ഷഫീഖ്, ഷഫീഖ്, യാ ഷഫീഖ്, അറബി വിളിക്കുന്നു. സത്യം പറഞ്ഞാൽ ബത്തൂൽ ബാബ തുറക്കുന്നില്ലല്ലോ അതിൽ. ഷെഫി, മോനെ ഷെഫി. അതെ, എന്നാൽ ഈ സമയം ഷെഫി ഉസ്താദ് പടച്ച റബ്ബിനോട് കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. നിസ്കാരത്തിലായിരുന്നു ഷെഫി ഉസ്താദ്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് വല്ലാത്തൊരു വിഷമമായി. മോനെ ഷെഫി, എന്നോട് പൊറുക്കണം. അറിയാതെ ബാബ, നിങ്ങൾ എന്ത് അദ്ദേഹത്തെ ഉപദ്രവിച്ചത്? ഉപദ്രവിക്കാൻ പാടില്ല ബാബ, നിങ്ങൾ മാപ്പ് പറയണം. കാരണം അത്രക്ക് സൂക്ഷ്മതയോടെ മാത്രമാണ് അദ്ദേഹം എന്നോട് സംസാരിക്കുക, എനിക്കെല്ലാം പറഞ്ഞു തരിക. ബാബ, ഞാൻ എന്താ ചെയ്യുക? ഷെഫി മോനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഷെഫി ഉസ്താദ് നിസ്കാരം കഴിഞ്ഞ ഉടനെ അതാ വാതിൽ തുറക്കുവാൻ വേണ്ടി പോകുന്നു. എന്നാൽ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ബത്തൂലിനെയും അറബിയെയാണ് കണ്ടത്. ഷെഫി ഉസ്താദ് ഉടനെ തന്നെ, അർബ മാപ്പ്, ഞാനൊന്നും അറിഞ്ഞുകൊണ്ടല്ല, ഞാൻ മോനെ. എന്നാൽ അറബിയോട് മാപ്പ് പറയുന്ന ഷെഫി ഉസ്താദിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അറബി തന്നെ നെഞ്ചോട് ചേർത്ത് പറഞ്ഞു, പൊന്നു മോനെ ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം, ഞാനൊരു പിതാവായതുകൊണ്ട് പലതും തെറ്റിദ്ധരിച്ചു പോയി മോനെ. എന്നാൽ അപ്പോൾ തന്നെ സഹറ ബത്തൂലും പറയുന്നു, ഉസ്താദേ, എൻ്റെ പിതാവിന് പുറത്ത് കൊടുക്കണം, അങ്ങ് അതിനുവേണ്ടി ഞാനും മാപ്പ് പറയാണ്. നിങ്ങളെന്തേ പറയുന്നത്? എൻ്റെ തെറ്റ് മനസ്സിലായല്ലോ, തെറ്റിദ്ധാരണ അത് എൻ്റെ ഭാഗത്തു നിന്നൊന്നും എനിക്കറിയാം ഉസ്താദേ. പക്ഷെ എനിക്കാകെ മാനം എൻ്റെ നഷ്ടപ്പെട്ടു പോയപ്പോൾ എൻ്റെ ഉപ്പ എന്തെയോ തെറ്റിദ്ധരിച്ച് പോയതാണ്, ക്ഷമിക്കണം ഉസ്താദേ. സത്യം പറഞ്ഞാൽ ഷെഫി ഉസ്താദിന് കണ്ണുനീരായിരുന്നു. യാ അല്ലാ റഹ്മാനെ, നീ കാരുണ്യവാനും കരുണാനിധിയുമാണല്ലോ. ഞാൻ സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിന്നോട് പറഞ്ഞത് റഹ്മാനെ നീ സ്വീകരിച്ചല്ലോ. എൻ്റെ തെറ്റിദ്ധാരണ, എൻ്റെ പേരിലുള്ള തെറ്റിദ്ധാരണ മാറിയല്ലോ അല്ലാ. മോനെ, എനിക്ക് നിന്നോട് എന്ത് പറയണമെന്ന് അറിയുന്നില്ല. മാപ്പ് മോനെ, മാപ്പ്. ഒരിക്കൽ പോലും ഞാനത് ഇങ്ങനെ ചെയ്യാൻ. മോനെ, ഞാനൊരു പിതാവല്ലേ. ഞാൻ എൻ്റെ പൊന്നു മോളെ കാത്തു സൂക്ഷിച്ചതെല്ലാം ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു എന്നുള്ള ആ ഒരു വേദന എൻ്റെ മനസ്സിലേക്ക് കയറിയപ്പോഴാണ് നിന്നെ ഞാൻ തല്ലിയത്. മോനെ, എന്നോട് ക്ഷമിക്കണം. ആ അറബി നല്ല രീതിയിൽ ഷെഫി ഉസ്താദിനോട് മാപ്പ് പറയുകയാണ്. അർബ, എനിക്കറിയാം അങ്ങൊരു പിതാവാണ്. ഏതൊരു പിതാവും ചെയ്യുന്ന പ്രവൃത്തിയെ നിങ്ങളും ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് മാപ്പ് തരണം മോനെ. എന്തിന്? എൻ്റെ കുട്ടി അവൾക്ക് നന്മ പറഞ്ഞു കൊടുത്തതല്ലേ, ക്ഷമിക്കണം മോനെ. എനിക്ക് ആ സമയത്ത് എന്തൊക്കെയോ ആയിപ്പോയി, എൻ്റെ മനസ്സ് എല്ലാം നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ വന്നു പോയി എനിക്ക് മോനെ. എൻ്റെ മോളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അത്രക്കും എൻ്റെ പൊന്നു മോളെ ഇഷ്ടമാണ്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ ഹൃദയം കീറി മുറിക്കുന്ന പോലെയായിരിക്കും. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എൻ്റെ മകൾ കരഞ്ഞോടിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇല്ല റബ്ബേ, എൻ്റെ മകൾക്ക് എന്തോ സംഭവിച്ചു എന്നുള്ളത്. പക്ഷേ ഞാൻ ഒന്നുപോലും ചോദിക്കാതെ നേരെ നിൻ്റെ അടുക്കൽ വന്നത് എൻ്റെ മകളുടെ ആ കണ്ണീര് കണ്ടിട്ടാണ്. പൊറുക്കണം, എനിക്ക് പുറത്തിരണം അർബ. നിങ്ങൾ എന്തൊക്കെ തന്നെയല്ല എന്നെ മനസ്സിലാക്കിയല്ലോ, അത് മതി.
എന്നാൽ ഷെഫി ഉസ്താദ് അവിടെ വെച്ച സാധനങ്ങളെല്ലാം കണ്ട ഒരു നിമിഷം അറബി, ഷെഫി ഇതൊക്കെ എന്താ? അർബ, ഞാനൊന്ന് പോട്ടെ നാട്ടിലേക്ക്, എനിക്ക് മനസ്സിനൊരു സമാധാനം കിട്ടാൻ തൽക്കാലം ഞാനൊന്ന് മാറി നിൽക്കട്ടെ, കുറച്ചൊക്കെ കാലം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ. മോനെ, പൊന്നു മോനെ, ദയവായി നീ പോവല്ലേ, എൻ്റെ പൊന്നു മോനെ പോവല്ലേ, അറബി സങ്കടത്തോടെ പറഞ്ഞു. പൊന്നുമോൻ പോവല്ലേ, എൻ്റെ കുട്ടിക്ക്, എൻ്റെ പൊന്നുമോൻ പോവല്ലേ, എൻ്റെ കുട്ടിക്ക് ആരും ഉണ്ടാവില്ല. അർബ, ഞാൻ ഒന്ന് പോയിട്ട് എൻ്റെ മനസ്സിലെ ഈ വേദനകളും വിഷമങ്ങളും ഒന്ന് മാറിയിട്ട് വരാം. മോനെ, തെറ്റിദ്ധരിച്ചു, ശരിയാണ്, പക്ഷെ ഞാനത് തിരിച്ചെടുത്തിരിക്കുന്നു, എന്നോട് പൊറുക്കണം മോനെ. അർബ, ഞാൻ പോയിട്ട് വരാം ഇൻഷാ അല്ലാ. ഒന്ന് നാട്ടിൽ പോട്ടെ, എൻ്റെ ഉമ്മയുടെ അരികിലേക്കൊന്ന് പോട്ടെ. മോനെ, അവരിപ്പോൾ ഉമ്ര കഴിഞ്ഞ് പോയതല്ലേ ഉള്ളൂ. അർബ, ഞാൻ പോട്ടെ. സത്യം പറഞ്ഞാൽ അതാ ആ അറബിക്ക് വല്ലാത്ത സങ്കടം. അതെ, ഞാൻ അവനെ ഒരുപാട് ഉപദ്രവിച്ചു, അതുകൊണ്ടാണ് അവൻ പോകുന്നത്, എനിക്ക് നന്നായിട്ടറിയാം. ഷെഫി ഉസ്താദ് സഹ്റ ബത്തൂലിനെ ഉപേക്ഷിച്ച് പോവുകയോ? എന്നാൽ സഹ്റ ബത്തൂലിനോട് അറബി ഈ കാര്യം പറഞ്ഞില്ല. ഒരു പക്ഷേ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമോള് വളരെയധികം വിഷമിക്കും. മോനെ, നീ പോവുകയാണോ? അർബ, ഞാൻ പോയിട്ട് വരാം, കാരണം എൻ്റെ മനസ്സിനേറ്റ ക്ഷതം എനിക്ക് പെട്ടെന്നൊന്നും മായ്ക്കാൻ കഴിയില്ല. അത് പതുക്കെ പതുക്കെ കാലം മായ്ച്ചോളും. അല്ലെങ്കിലും എൻ്റെ മനസ്സിന്, എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് ക്ഷതങ്ങളേറ്റതാണ്. സത്യമായിട്ടും മനസ്സ് വേദനിച്ചിട്ടുണ്ട്, ശരീരം വേദനിച്ചപ്പോൾ. എന്തൊക്കെ തന്നെയായാലും ഞാൻ ഒരിക്കൽ പോലും വിചാരിക്കാത്ത കാര്യത്തിൽ ഞാൻ കുറ്റവാളിയായതുകൊണ്ട് മോനെ, തെറ്റിദ്ധാരണ അത് അറിയാതെ ആയിപ്പോയി മോനെ, നീ ക്ഷമിക്കണം പൊന്നു മോനെ. എന്നാൽ ഷെഫി ഉസ്താദ് പോകുവാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിരുന്നു. നിരാശനായി അറബി വീട്ടിലേക്ക് മടങ്ങി. അന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ബീവി ചോദിക്കുന്നു, അല്ല, എന്താ നിങ്ങൾക്കൊരു മൂഡ് ഓഫ്? അല്ല, ഞാൻ നേരത്തെ ശ്രദ്ധിക്കുന്നുണ്ട്, എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന പോലെ. അത് എടി, എനിക്ക് എങ്ങനെ, എന്തങ്ങ് പറയുന്നത്? ഷെഫി ഉസ്താദ് പോവുകയാണ്. ഒരു നിമിഷം അറബിച്ച് നെട്ടിപ്പോയി. അങ്ങ് എന്താണ് പറയുന്നത്? അതെ, ഷെഫി ഉസ്താദ് പോവുകയാണത്രേ, നാട്ടിലേക്ക് പോവുകയാണത്രേ. അതെ, അത്രക്കും മനസ്സിന് വിഷമമേറ്റിട്ടായിരിക്കില്ലേ? അല്ലെങ്കിലും നിങ്ങൾ ചെയ്തതും തെറ്റായിപ്പോയി. എന്താണ് ഏതാണെന്നറിയാതെ ഷെഫി ഉസ്താദിനെ നിങ്ങൾ പെരുമാറിയില്ലേ? അതുമല്ല, ഹാഫിളായ ആ സോലിഹായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ്, ഒരു ഹറാം പ്രവർത്തിക്കാത്ത ആ മനുഷ്യൻ, അദ്ദേഹത്തെ നിങ്ങൾ ഉപദ്രവിച്ചില്ലേ? മനസ്സ് വേദനിച്ചിട്ടുണ്ടാവും. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അറബിച്ചി കരയുകയായിരുന്നു. അതെ, തൽക്കാലം നമ്മളുടെ മകൾ ഈ കാര്യം അറിയണ്ട കേട്ടോ. നമ്മളുടെ മകളെങ്ങാനും ഇതറിഞ്ഞു കഴിഞ്ഞാൽ അവൾ മനം നൊന്ത് എന്തെങ്കിലും ആയിപ്പോവും. തൽക്കാലം നിങ്ങളൊന്നും പറയണ്ട. ഞാൻ എന്ത് ചെയ്യാനടി, എനിക്ക് എൻ്റെ ആ നിമിഷത്തെ ബുദ്ധിമോശം കൊണ്ട് ചെയ്തു പോയി. ഞാനൊരു പിതാവല്ലേ, ശരിയാണ്, പക്ഷേ ഒന്ന് ചോദിച്ചാൽ മതിയായിരുന്നു മോളോട്, അല്ലെങ്കിൽ അവനോട്. ഒന്നും ചെയ്യാതെ നിങ്ങൾ അവനെ ഇട്ട് ഉപദ്രവിച്ചു. സാരില്ല, പൊയ്ക്കോട്ടെ, അവൻ്റെ മനസ്സിലെ വേദനയും വിഷമൊക്കെ ഒന്ന് തീർന്നിട്ട് വന്നോളൂ, പൊയ്ക്കോട്ടെ. പക്ഷേ മകൾ അറിയാൻ പാടില്ല ഒരിക്കൽ പോലും. അവന് അത്രമാത്രം തല്ലിച്ചതച്ച ഞാൻ അവനെ പൊരുത്തപ്പെടിപ്പിക്കാൻ വേണ്ടി എന്ത് കൊടുക്കും? എന്താ കൊടുക്കാൻ? നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളത് കൊടുക്കേണ്ടി വരും. അല്ലാതെ ഒരിക്കൽ പോലും അദ്ദേഹത്തിന് പൊരുത്തുണ്ടാവില്ല. അത്രക്കും നല്ല രീതിയിൽ അടിച്ചവശനാക്കിയില്ലേ? അത്രക്കും സോലിഹായ മനുഷ്യൻ. 5 വക്ത് നിസ്കാരവും തഹജ്ജുദും സുന്നത്തുകളും ദിക്റുകളും സ്വലാത്തുകളും എപ്പോഴും ഖുർആൻ പാരായണവും മാത്രം കൊണ്ട് നടക്കുന്ന ആ നല്ലൊരു മനുഷ്യനെ നിങ്ങൾ അത്രക്കും ഉപദ്രവിച്ചില്ലേ? പഠിച്ച റബ്ബ് പൊറുക്കുമോ നിങ്ങളോട്? അതിന് പകരമായിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും അവന് കൊടുക്കണം, ഉസ്താദിന് കൊടുക്കണം വേണ്ടത്. അത് എന്തൊക്കെ തന്നെയായാലും, അല്ലാതെ ഒരിക്കൽ പോലും അദ്ദേഹം അത് പൊരുത്തപ്പെടില്ല. അർബ, ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയില്ല. നമ്മൾ ചെയ്തത് വളരെ മോശമായി പോയി. അദ്ദേഹത്തിൻ്റെ ആ ശരീരത്തിൽ ആ ശക്തമേറിയ നിങ്ങളുടെ അടി കൊണ്ട് ആ വേദനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം എത്ര പിടച്ചിട്ടുണ്ടാവും. റബ്ബെ, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അടി കൊള്ളുന്നതെന്ന് വരെ വിചാരിച്ചിട്ടുണ്ടാവും. അർബ, അങ്ങനെയൊന്നും പൊരുത്തപ്പെടിപ്പിക്കാൻ പറ്റില്ല. അദ്ദേഹത്തെ നല്ല രീതിയിൽ നമ്മൾ പൊരുത്തപ്പെടിപ്പിക്കണം, അല്ലെങ്കിൽ പടച്ച റബ്ബ് പൊറുക്കൂല. ഖുർആൻ ഓതുന്ന ആ നാവാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിൻ്റെ ജോലി തന്നെ ഖുർആനാണ്, ഖുർആൻ മാനേജിങ്.
അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ആ നാവ് കൊണ്ടെന്തെങ്കിലും കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ പടച്ചിറമ്പ് വേഗം സ്വീകരിക്കും. ആ ദുആ നിങ്ങളതൊന്നും ഓർത്തില്ല. അറബി കരയുകയായിരുന്നു. ഞാൻ കാല് പിടിച്ച് പറഞ്ഞോളാം, നിങ്ങൾ കാര്യമായിട്ട് പറയും. എന്തായാലും നാട്ടിൽ പോയി വന്നോട്ടെ ഒന്ന് അല്ലേ, ഏതായാലും അത്രയ്ക്കും വലിയൊരു വിഷമം അനുഭവിച്ചില്ലേ. വേണ്ട, എൻ്റെ മോൾ ഒറ്റയ്ക്കാകും. ഓ, നിങ്ങൾ എന്നിട്ട് മോൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അത്രക്കും ഒന്നും ചോദിക്കാതെ അവനെ പിടിച്ച് തല്ലി അല്ലേ. എൻ്റെ മോൾ ഒറ്റക്കായി കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് സന്തോഷം പകരാൻ ആരായിരിക്കും? അന്നൊരു മാസം നാട്ടിലേക്ക് പോയപ്പോൾ എൻ്റെ മകൾ ഒരുപാട് വേദനിച്ചതാണ്. ഇനി അവൾ വേദനിക്കാൻ പാടില്ല. അവളെൻ്റെ കരളിൻ്റെ കഷ്ണമാണ്. അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഒരു വാക്ക് ചോദിച്ചിട്ട് ഉപദ്രവിക്കാമായിരുന്നു. അത്രക്കും സ്നേഹവും കരുതലും കൊടുക്കുന്ന ഉസ്താദാണ് ഷെഫി ഉസ്താദ്. നിങ്ങൾ ചെയ്തത് തികച്ചും മോശമായി പോയി. അറബിച്ച് വീണ്ടും കുറ്റപ്പെടുത്തി അദ്ദേഹത്തെ. മാപ്പ് പറയണം ഒരിക്കൽ കൂടി. ഒരു നിമിഷം ഷെഫി ഉസ്താദിൻ്റെ അരികിൽ വന്ന് ചോദിക്കണം, മോനെ ഷെഫി, മോൻ ആഗ്രഹിച്ചത് എന്തും ഞാൻ തന്നിരിക്കും. എന്തും, അത് എപ്പോൾ ചോദിച്ചാലും ഞാൻ തന്നിരിക്കും. സമ്മാനമായിട്ട്, അതിന് പകരമായിട്ട് ഞാൻ എന്ത് നൽകണം എന്ന് ഞാൻ ചോദിച്ചിരിക്കും ഇൻഷാ അല്ലാ. എന്നാൽ അത് കേട്ടപ്പോൾ അറബിയുടെ ഭാര്യയുടെ മനസ്സിൽ ചെറിയൊരു സന്തോഷം. അർബാവ്, നിങ്ങൾക്ക് എന്തെല്ലാം തെറ്റിദ്ധാരണ മാറിയല്ലോ അല്ലേ? എന്ത് ചെയ്യുക, ആ സമയത്തെ ഇബ്ലീസിൻ്റെ പ്രവൃത്തിയായിരിക്കും. സാരമില്ല, അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞില്ലേ? അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇൻഷാ അല്ലാ, ഞാൻ ഉസ്താദിൻ്റെ അരികിലേക്ക് ചെല്ലട്ടെ. അങ്ങനെ അതാ അറബി ഷെഫി ഉസ്താദിൻ്റെ അരികിലേക്ക് ചൊല്ലുന്നു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സമാധാനമായി സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. കാരണം ഷെഫി ഉസ്താദ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച വേദനകളും വിഷമങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും അദ്ദേഹം പാവമാണ്. അതെ, അള്ളാഹുവേ, നമ്മുടെ ഷെഫി ഉസ്താദിന് ഇഷ്ടപ്പെട്ട ജീവിതം നീ നൽക റഹ്മാനെ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളുടെ സമ്മാനമായി ഒരിക്കൽ കൂടി ഞാൻ ലൈക്ക് ചോദിക്കുന്നു. ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. ഏകദേശം 30,000 ആളുകൾ കണ്ടാൽ വെറും എന്നോട് സ്നേഹമുള്ളത് വെറും 1000 പേർക്ക് മാത്രമാണ് അല്ലേ. 1000 പേർ മാത്രം ലൈക്ക് അടിക്കും. ഇന്ന് എന്നോട് സ്നേഹമുള്ളവരൊക്കെ ലൈക്ക് ചെയ്യുമോ? എത്ര ആൾക്കാർക്ക് എന്നോട് സ്നേഹമുണ്ട് നോക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാ, നമുക്ക് നാളെ കാണാട്ടോ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മുത്തുമണികൾക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ഫ്രണ്ട്സുകൾക്കിടയിൽ ഒരുപാട് ആളുകൾ വിഷമം അനുഭവിക്കുന്നവരുണ്ട്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും തീർത്ത് കൊടുക്കട്ടെ. അതുപോലെ തന്നെ മരണം ഹൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന ഉത്തമ മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.